ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതോടെ വലഞ്ഞ ആയിരങ്ങൾ അടിയന്തര ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്കുമായി നാട്ടിലേക്ക് തിരിക്കാനിരുന്ന ഒട്ടേറെ മലയാളികളാണ് കഷ്ടത്തിലായത്. വിമാനത്താവളത്തിനുള്ളിലെ ബാങ്കിംഗ് സേവനങ്ങളും താൽക്കാലികമായി നിർത്തി. ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവച്ചതോടെ നാട്ടിലേക്ക് അടിയന്തരാവശ്യങ്ങൾക്കും അവധികൾക്കും പുറപ്പെട്ട മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരും ഇതര രാജ്യക്കാരുമാണ് വലഞ്ഞത്. ഇവരിൽ ഒട്ടേറെ രോഗികളും സ്ത്രീകളും കുട്ടികളുമുണ്ട്. അതേസമയം കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിലെ നാഷണൽ ബാങ്ക് ഓഫ് കുവൈത്തിന്റെ അതായത് NBK ശാഖകൾ താൽക്കാലികമായി അടച്ചുപൂട്ടി. നാട്ടിലേക്ക് പുറപ്പെട്ട ആയിരക്കണക്കിന് യാത്രക്കാരാണ് പാതി വഴിയിൽ കുടുങ്ങിയത്. വിമാനത്താവളത്തിലെ കൺട്രോൾ ടവറിലെയും റഡാർ സംവിധാനങ്ങളിലെയും അപ്രതീക്ഷിത തകരാറാണ് വ്യോമഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സുരക്ഷ മുൻനിർത്തി വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട്ട് നിന്നും ഇതര കേന്ദ്രങ്ങളിൽ നിന്നും കുവൈത്തിലേക്ക് പുറപ്പെട്ട IX-393 എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കം ഒട്ടേറെ വിമാനങ്ങളാണ് പകുതി വഴിയിൽ തിരിച്ചുവിട്ടതായ റിപ്പോർട്ടുകൾ വന്നത്. കുവൈത്ത് വഴി കേരളത്തിലേക്കും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലേക്കും ടിക്കറ്റ് എടുത്തിരുന്ന നൂറുകണക്കിന് യാത്രക്കാർ കണക്റ്റിംഗ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. UAE, ഒമാൻ, ഖത്തർ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ എത്തിയവർക്ക് തുടർ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. വീടുകളിലെ അടിയന്തര ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്കുമായി നാട്ടിലേക്ക് തിരിക്കാനിരുന്ന ഒട്ടേറെ മലയാളികൾ കുവൈത്ത് വിമാനത്താവളത്തിൽ തന്നെ മണിക്കൂറുകളോളമാണ് കാത്തിരുന്നത്. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇതോടെ കടുത്ത ദുരിതത്തിലുമായി. ഇതിനിടെയാണ് കുവൈത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന നിരവധി രാജ്യാന്തര വിമാനങ്ങൾ സൗദി അറേബ്യ, ബഹ്റൈൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടതും. കുവൈത്തിൽ നിന്നും പുറപ്പെടേണ്ട വിമാന സർവീസുകളുടെ സമയക്രമവും പൂർണ്ണമായി തെറ്റിയിരിക്കുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പെട്ടെന്ന് തന്നെ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണെന്നാണ് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അധികൃതരും അറിയിച്ചത്. യാത്രക്കാർ അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസ് വിവരങ്ങൾ മുൻകൂട്ടി ഉറപ്പാക്കണമെന്ന നിർദ്ദേശം കൂടിയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.